മലയാളം ബിഗ് ബോസ് സീസൺ 7 എനിക്ക് തോന്നുന്നു ഈ ആഴ്ച തുടങ്ങിയ സമയത്ത് ഏറ്റവും കുറവ് വോട്ടുള്ളൊരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ബിന്നി. എന്നാൽ ഇപ്പോൾ വോട്ടിങ്ങിൻ്റെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ബിന്നിക്ക് നല്ല വോട്ട് കിട്ടുന്നുണ്ട്. അതിന് മെയിൻ റീസൺ നമ്മുടെ ആദിലയാണ്. ആദിലേനെ എക്സ്പോസ് ചെയ്തതുകൊണ്ട് ബിന്നിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കയറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ബിന്നി നമ്മുടെ ആദിലയുടെ മുഖം മൂടി അഴിച്ചു മാറ്റി എന്ന് തന്നെ പറയാം. ആദിലയുടെ ഈ ഡബിൾ സ്റ്റാൻഡ് നിഷ്പക്ഷമായി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ബിന്നി പറയാൻ കാണിച്ച ധൈര്യം സമ്മതിക്കേണ്ടത് തന്നെയാണ്. ബിന്നി പറയുന്നത് എല്ലാവരും എന്നെയാണ് കുത്തിത്തിരിപ്പിൻ്റെ രാജകുമാരി എന്ന് പറയുന്നത്. എന്നാൽ ഷാനവാസിനെ പിരികേറ്റി വിട്ട് നെവീനെതിരെ അങ്ങനെ ഒരു അലിഗേഷൻ കൊണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളത് ആദിലയ്ക്ക് തന്നെയാണ്. കാരണം ആ മല്ലി ഇലയുടെ പ്രശ്നം വന്നപ്പോൾ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആദില വന്നിരുന്നു. അപ്പോൾ നമ്മുടെ നെവീൻ ആദിലയോട് പറഞ്ഞു പെങ്ങളൂട്ടി കാർഡ് ഇറക്കരുത് എന്ന്. അതിനെ ജയിക്കാൻ വേണ്ടി ആദില അറിയാതെ വായിൽ നിന്നും പറഞ്ഞു പോയ വാക്കാണ് നീ വൃത്തികെട്ട കാർഡ് കളിക്കരുതെന്ന്. പക്ഷേ ആദില അത് പറഞ്ഞപ്പോൾ പോലും ഓർത്തില്ല നെവീൻ ആ വൃത്തികെട്ട കാർഡ് എന്ന് പറയുന്ന ആ വാക്കിൽ കയറി പിടിക്കുമെന്നോ ഇത്രയും വലിയ പ്രശ്നമാകുമോ എന്നൊന്നും ആദില സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ആദിലയ്ക്ക് പറ്റിയ ആ മിസ്റ്റേക്ക് വളരെ വ്യക്തമായി തന്നെ ബിന്നി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബിന്നി അത് വ്യക്തമായി തന്നെ പറയുന്നു, ആദിലയ്ക്ക് പറ്റിയ ആദ്യത്തെ മിസ്റ്റേക്കാണ് അത്, ആ വൃത്തികെട്ട കാർഡ് ഇറക്കി എന്ന് പറഞ്ഞത്. രണ്ടാമത് അത് ന്യായീകരിക്കാൻ വേണ്ടി ആദില ഷാനവാസിനെ കൂട്ടുപിടിച്ചു. ഷാനവാസിന് നെവീൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായത് ബിഗ് ബോസ് സീസൺ 7 തുടങ്ങുന്ന സമയത്താണ്. ആ സമയത്തെ ഷാനവാസിന് ഇതിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു. എന്നാൽ ഷാനവാസ് അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നത് നെവീൻ്റെ ഇമേജ് ഡാമേജ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ്. എന്നാൽ ഇപ്പോൾ ഷാനവാസ് അതെല്ലാവരുടെയും മുമ്പിൽ പറയുന്നതിന് കാരണം തന്നെ നമ്മുടെ ആദിലയാണ് ഷാനവാസിനോട് അങ്ങോട്ട് ചെന്ന് ചോദിച്ചത്, ഇക്ക അറിയാതെ ഞാൻ ഇതുപോലെ വൃത്തികെട്ട കാർഡ് എന്ന് പറഞ്ഞു പോയി, അവനിപ്പോൾ അത് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്, അപ്പോൾ ഞാൻ ആ വാക്കിൽ ലോക്കായിരിക്കുകയാണ്, ഞാൻ ഈ കാര്യം പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ പറഞ്ഞോട്ടെ, ഷാനവാസ് ഇക്ക എൻ്റെ കൂടെ നിൽക്കുമോ എന്ന്. ഷാനവാസ് ഒരു പെങ്ങളായിട്ട് ആദിലേനെയും നൂറേയും കണ്ടതുകൊണ്ടും അവൾ ലോക്കായി എന്ന് ഷാനവാസിന് വ്യക്തമായതുകൊണ്ടുമാണ് ഷാനവാസ് അതിന് എസ് പറഞ്ഞത്. കാരണം ഷാനവാസ് പറയുന്ന അലിഗേഷൻ സത്യമാണല്ലോ. എന്നിട്ട് റിയാസ് ഗസ്റ്റായി വന്നപ്പോൾ റിയാസിൻ്റെ വാക്ക് കേട്ട് ഈ പാവം ഷാനവാസ് എന്ന മനുഷ്യനെ ആദില പുറകിൽ നിന്ന് കുത്തി. എല്ലാവരും ഷാനവാസിനെ കുറ്റക്കാരനായി കാണാനുള്ള പ്രധാന കാരണം ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും ഷാനവാസ് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് ഷാനവാസിന് നേരെ ഇങ്ങനൊരു അലിഗേഷൻ ഉണ്ടായിട്ട് ഇത്രയും നാളും സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിലൊരു സത്യാവസ്ഥ ഇല്ല എന്ന് എല്ലാവരും കരുതി. എന്നാൽ ഷാനവാസിൻ്റെ ഭാഗത്ത് സത്യമുണ്ടെന്ന് നമുക്കറിയാം. അതെന്തുകൊണ്ടാണ് ഇത്രയും നാളും പറയാതിരുന്നതെന്നും ഇപ്പോൾ പറഞ്ഞതെന്നും നമുക്ക് വ്യക്തമാണ്. എന്നാൽ അത് ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസുകളുടെ മുമ്പിൽ തുറന്നു കാണിച്ചതും ആദിലേനെ എക്സ്പോസ് ചെയ്തതും ആദിലയുടെ മുഖം മൂടി അഴിച്ചു കളഞ്ഞതും നമ്മുടെ ബിന്നിയാണ്. ബിന്നിയെപ്പോലെ തന്നെ അനുമോളും അതിന് കൂട്ടുനിന്നു. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് 2 ദിവസമായി ബിന്നിക്ക് കിട്ടുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. വോട്ടിങ്ങിൽ ഡേഞ്ചർ സോണിലുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ബിന്നി, ഇപ്പോൾ സേഫ് സോണിലാണ്. എന്തായാലും ഒന്നും നോക്കാതെ, ഫ്രണ്ട്ഷിപ്പ് ഒന്നും നോക്കാതെ ആദിലേനെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് ആദിലയുടെ ഡബിൾ സ്റ്റാൻഡ് എല്ലാവരുടെയും മുമ്പിൽ കാണിച്ചു കൊടുത്തതിന് ബിന്നിയെ പ്രശംസിക്കുക തന്നെ വേണം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.